അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ അർജുൻ്റെ വിഷയത്തെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും 2-3 ദിവസങ്ങളിലായിട്ട് കാണുന്നൊരു സംഭവമാണ്. അതായത് അർജുൻ്റെ കുടുംബത്തിൻ്റെ പത്രസമ്മേളനം, അതിനുശേഷം മനാഫിൻ്റെ പത്രസമ്മേളനം. അപ്പം ഈ മനാഫിൻ്റെ പത്രസമ്മേളനം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പല ആൾക്കാർ ന്യൂസ് ചാനൽ കണ്ടിട്ടുണ്ടാവും. അതോടെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് അർജുൻ്റെ വീട്ടുകാരുടെ കള്ളത്തരങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാണ് അല്ലേ? മനാഫ് ഇന്നലെ പത്രസമ്മേളനത്തിന് പറയുന്നൊരു കാര്യമാണ്. എന്തെന്നറിയോ? അർജുന് കിട്ടാനുള്ള ഇൻഷുറൻസ് തുക അത് വാങ്ങിയിട്ട് അർജുൻ്റെ കുടുംബത്തിന് കൊടുക്കുക എന്നതാണ് അടുത്ത എൻ്റെ ലക്ഷ്യമെന്ന്. അങ്ങനെ എമൗണ്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അർജുൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മനാഫിനെ പിരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇന്നലത്തെ ന്യൂസ് ചാനലിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ന്യൂസ് ചാനലുള്ളവർ പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇത്രയും കൃത്യമായിട്ട് ആൾ എണ്ണി എല്ലാ ജനങ്ങളോടും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തിലെ തെറ്റ്. ആദ്യം അർജുൻ്റെ വീട്ടുകാർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞു. രണ്ടാമത് കുറ്റം പറയുന്നത് ഇപ്പം മനാഫിന്. എന്തൊരു നന്ദിയില്ലാത്ത വർഗങ്ങളാണില്ലേ. നന്ദി പറഞ്ഞ ആ അർജുൻ എന്ന വ്യക്തിക്ക് മാത്രമേ ആ വീട്ടിൽ എന്താ പറയുക നന്ദി ഉള്ളതായിട്ടൊരു നല്ലൊരു മനുഷ്യനായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അച്ഛനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അച്ഛൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ എന്താ കഴുകന്മാരെന്നൊക്കെ പറയാം. ഞാൻ കഴുകന്മാരെന്ന് തന്നെ പറയുന്നത്. ഇവരൊക്കെ മുന്നിൽ വെച്ചൊന്നും പറയാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അച്ഛൻ്റെ അവസ്ഥ. വയസ്സായില്ലേ, മക്കളൊക്കെ അല്ലേ നോക്കണ്ടേ. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിൽ എനിക്ക് പൊതുവെ പറയാനുള്ളൊരു കാര്യം, അർജുന് വൈഫിന് കിട്ടിയ ജോലി അത് ഔദാര്യമാണ്, അല്ലാണ്ട് അവകാശമല്ല. രണ്ടാമത്തെ കാര്യം, കർണാടക സർക്കാർ 5 ലക്ഷം ഉറുപ്പ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കേരള സർക്കാർ 7 ലക്ഷം ഉറുപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറും ഔദാര്യമാണ്, അല്ലാണ്ട് നിങ്ങൾക്കത് വാങ്ങിയെടുക്കാനുള്ള അവകാശം ഒരിക്കലുമില്ല. അത് ജനങ്ങളും സർക്കാരും ഒക്കെ ഒത്ത് തീരുമാനമെടുത്തിട്ട് നിങ്ങൾക്കൊരു ഔദാര്യമായിട്ട് തരുന്നതാണ്. അത്ര വലിയ ഇതുള്ളവരാണെങ്കിൽ ജോലി രാജിവെക്ക്, ഈ ഒരു ക്യാഷ് നിങ്ങൾ വാങ്ങാൻ പാടില്ല. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള തന്തയില്ലായ്മ എടുക്കുന്നത്, തന്തയില്ലായ്മ തന്നെ പറയാം. ആ ഒരു പാവം വ്യക്തിക്കെതിരെ ഇത്രയും കൂടി ആലോചിച്ചിട്ട് ഇത്രയും ദിവസം വന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനെ ആദരിക്കുന്നു, അവനെ എല്ലാവരും എടുത്ത് തലമെച്ച് നടക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം എന്താ പറയാ, എന്താ അതിനെ പറയാ, അസൂയ എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്നത് വെറും തെറ്റാണ്. ഞാൻ എന്ത് പറഞ്ഞാലും മനാഫിൻ്റെ ഭാഗത്താണ്. ഇനി മനാഫ് പിരിപ്പിച്ചെങ്കിൽ പോലും മനാഫിൻ്റെ ഭാഗത്താണ്. കാരണം ഇത്രയും തന്തയില്ലായ്മ, ഇത്രയും ഒരു നന്ദി കെട്ടൊരു കുടുംബത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ഒരു അവസ്ഥയാണല്ലേ. എത്രയൊക്കെ കഷ്ടപ്പെട്ട് എത്രയൊക്കെ ചെയ്ത് 72 ദിവസം ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ മനാഫിന് 1000 രൂപ വെച്ച് ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ 75,000 രൂപയാണ്. ഓക്കെ, അവൻ്റെ വണ്ടി ഡെയിലി ഓടിക്കാൻ അതിൽ ക്യാഷ് ഉണ്ട്. ഇതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അർജുൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ, അല്ലെങ്കിൽ അയാൾ പൈസ പിരിപ്പിച്ചോ? പൈസ പിരിപ്പിച്ചെന്ന നാട്ടുകാരറിയില്ലേ ഇത് പൈസ പിരിപ്പിച്ചതാണ് എന്ന് അറിയില്ലേ? എന്തോ ഒരവസ്ഥ. ഇനിയെങ്കിലും എൻ്റെ പൊന്നു സഹോദരനെ നിർത്ത്. ഈ ഒരു വിഷയം ആ സഹോദരനെ ആ ഒരു മണ്ണിനടിയിൽ മണിയറയിൽ സുഖമായി കിടന്നോട്ടെ. അർജുൻ ഇപ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ തുറന്ന് പറയട്ടേനും, എൻ്റെ മനാഫിക്ക് ഇങ്ങനെ എല്ലാന്ന് തുറന്ന് കുടുംബത്തിനോട് പറയട്ടേനും. എന്തൊരവസ്ഥ. ആ സുഹൃത്തിനെ വെറുതെ അവിടെ കിടക്കാനെങ്കിലും വിട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ അർജുൻ എന്ന വ്യക്തിയെ അവിടെ കിടക്കാൻ വിട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? ജനങ്ങളെന്താ മണ്ടന്മാരാണോ? ജനങ്ങളെന്താ ചോറല്ലേ കഴിക്കുന്നത്? ജനങ്ങൾക്ക് എന്താ ഇത്രയും കാലമുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഓരോന്നായി എണ്ണി കണ്ടതല്ലേ? എന്താ ജനങ്ങൾ ഫുഡല്ലേ കഴിക്കുന്നത്? നിങ്ങളിനി എന്തൊക്കെ ആരോപണങ്ങൾ ചെയ്താലും, നിങ്ങളിനി എന്തൊക്കെ കേസുകൾ കൊടുത്താലും അർജുൻ്റെ മനാഫിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ ഓരോ ചോദ്യത്തിന്, നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിന് അയാൾ മറുപടി പറയുന്നുണ്ട്. കൂടാണ്ട് അതിൻ്റെ കൂടെ ഒന്നും കൂടെ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലാണ്. ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? നിർത്തി പോയിക്കൂടെ ചങ്ങായിമാരെ. ആ സഹോദരൻ അവിടെ വെറുതെ കിടന്ന് സമാധാനത്തിലെങ്കിലും ഉറങ്ങിക്കോട്ടെ ആ മണ്ണറയിൽ.